എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൊരു നിരീക്ഷണം, ഇത് വഖഫ് ഒരു റിലീജിയസ് വിഷയം മാത്രമല്ല. നമ്മളെ സംബന്ധിച്ച് ഇതൊരു നാഷണൽ ആൻഡ് സോഷ്യൽ വിഷയമാണ്. ദേശീയവും സാമൂഹ്യ പ്രാധാന്യവുമുള്ള വിഷയമാണ്. വഖഫ് നിയമത്തിൻ്റെ ദുരുപയോഗത്തിൻ്റെയും നിയമങ്ങളിൽ അവ്യക്തതയുള്ളതിൻ്റെയും മറ നീക്കുവാനുള്ളൊരു പരിശ്രമമായിരുന്നു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുകയല്ല. നമ്മളുടെ KCBCയും CBCയെയും അവരുടെ ഒരു നിർദ്ദേശം കേരള MP-മാർക്ക് നൽകിയിരുന്നു. അവർക്ക് വിട്ടുനിൽക്കാമായിരുന്നു, വോട്ട് ചെയ്യാതിരിക്കാമായിരുന്നു, ഇൻ്റർമീഡിയറി ആയിട്ടുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാമായിരുന്നു. അവർക്ക് പാർട്ടിയുടെ പ്രഖ്യാപിത സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ കഴിവില്ലാത്തവരെ പോലെ നമ്മളെപ്പോഴും നിൽക്കുകയാണ്. പരിമിതികൾ അവർക്കുണ്ട്, നമുക്കറിയാം. പക്ഷേ പൊതുരംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയ മുന്നണിയോടും രാഷ്ട്രീയ സംവിധാനത്തോടും ഉള്ള നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് മാത്രം പോരാ. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്തോടാണ്, ഇവിടുത്തെ ജനങ്ങളോടാണ്, നാനാജാതി മതസ്ഥരോടാണ്. അവർക്ക് ഒബ്ജക്ഷൻ ഓഫ് കോൺഷ്യൻസ് എങ്കിലും ഒന്ന് പറയാമായിരുന്നു. മനസാക്ഷി എന്നുള്ളത് മുകളിൽ നിന്ന് മാത്രം ഇറങ്ങി വരുന്ന ഒരു കാര്യമല്ല. മൈനോറിറ്റികൾ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മളും അതിൽ പെടുന്നവരാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അക്രമങ്ങൾ അടിച്ചുവിടുന്നതും തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഒരിക്കലും ശരിയല്ല. ആരെയും നമ്മൾ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ സംസാര വിഷയമാക്കുകയോ ചെയ്യുന്നത് രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല. ഭരണഘടനാ മാറ്റങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുവരണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഈ രാജ്യത്തുള്ള ഇൻജസ്റ്റിസിനെ എതിർക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അനീതിയും അതുപോലുള്ള മറ്റ് വർഗീയവൽക്കരണവും ഒക്കെ നടക്കുമ്പോൾ അത് വലിയ പ്രയാസത്തിലേക്ക് നമ്മെ എത്തിക്കും. ഈ അനീതി ഈ രാജ്യത്തെ ഹൈന്ദവരെയും ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഒരു ജനതയെ ഇൻസെക്യൂരിറ്റിയിലേക്ക് തള്ളിവിടുകയാണ്. നമ്മളവിടെ എടുക്കേണ്ട മാർഗം അതിനെ തർക്കവിഷയമായിട്ട് എടുക്കുകയല്ല. വളരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, വളരെ ഇൻഫ്ലുവൻഷ്യലായ ഒരു സമുദായമാണ് നമ്മൾ. അംഗബലം കുറവായിരിക്കാം. സമുദായത്തിൻ്റെയും സഭയുടെയും രാജ്യത്തിൻ്റെയും കാര്യത്തിൽ നമുക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. വോട്ട് വഴി പലരെയും ജയിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും മൂല്യാധിഷ്ഠിത ധാർമ്മിക സ്വാധീനം വഴി പലരെയും തോൽപ്പിക്കാൻ ഇപ്പോഴും നമുക്ക് കഴിയും. അതാണ് സഭയുടെ, സമുദായത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത്. സഭയുടെ, സമുദായത്തിൻ്റെ ശക്തി അതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അമിതമായ പ്രഘോഷണം നമ്മൾ ഒരിടത്തും നടത്തേണ്ടതില്ല. മുൻകാലങ്ങളിൽ അധിനിവേശം എന്നത് യുദ്ധമുറ വഴിയായിരുന്നുവെങ്കിൽ ഇന്ന് ജനാധിപത്യ രാജ്യത്ത് ജനദ്രോഹ നിയമങ്ങളുടെ രൂപത്തിലാണ് അത് വരുന്നത്. വഖഫ് നിയമം മുസ്ലിങ്ങളെയും എത്രയോ പേരെ അത് വിപരീതമായി ബാധിക്കുന്നു. മുനമ്പത്ത് പോലും നൂറുകണക്കിന് കുടുംബങ്ങൾ അവരാണ്. ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും അവരെയും ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ഇത് നാഷണൽ വിഷയമാണ്, ഇത് സോഷ്യൽ വിഷയമാണ്. അതൊരു റിലീജിയസ് വിഷയമായിട്ട് മാത്രം അതിനെ കണ്ട് ഒതുക്കി നമ്മൾ മാറ്റി നിർത്തരുത്. പൗരാവകാശം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ സമുദായം വളരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്.